ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഇന്ന് നമ്മൾ 16-ാമത്തെ അധ്യായത്തിലെ ഭാർഗവവധം എന്നുള്ളൊരു ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഭാർഗവവധം എന്ന് പറഞ്ഞ അവരൊരു ഇതാണ് ഭാർഗവ ബ്രാഹ്മണരെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേരുള്ള ഒരു ബ്രാഹ്മണരാണ്. അതിൽ പെട്ടാ നമ്മുടെ പരശുരാമനൊക്കെ. ബ്രഹ്മഹത്യാഭീതിയില്ലാതെ ഭാർഗവ ബ്രാഹ്മണരെ വധിച്ച ഹൈഹേ രാജാക്കന്മാർ ഏതു കുലത്തിൽ പിറന്നവരാണ് എന്നറിയണം. ഇനിയിപ്പോ അവർക്ക് ഭൃഗുവംശരുമായി വൈരം തോന്നാൻ കാരണം എന്താണ്? പുരോഹിതന്മാരുമായി വൈരമുണ്ടായത് എന്തുകൊണ്ടാണ്? ഹൈഹേന്മാർ പുരോഹിതന്മാരെ വധിച്ചത് എന്തിനാണ്? ഇതൊക്കെ അറിയണം. ഇപ്പോ അവർക്ക് നമ്മളെ ജനമേജയ മഹാരാജാവിനറിയണം. അപ്പൊ രാജൻ ആശ്ചര്യജനകമായ ആ കഥ ഞാൻ പറയാം. ആര് പറയുന്നു? അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. കഥ പറയുന്ന ആളുണ്ടല്ലോ നമ്മുടെ, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് കാർത്തവീരാർജുനൻ എന്ന പേരായ ഒരു ഹൈഹേ രാജാവുണ്ടായിരുന്നു. ധർമ്മതൽപരനായ ആ രാജാവിന് 1000 കൈകളുണ്ടായിരുന്നു. ഭൃഗുക്കൾക്ക് യജമാനനും ദത്താത്രേയ ശിഷ്യനുമായിരുന്നു ഹൈഹയൻ. സിദ്ധനും ശക്തനും ധർമ്മിഷ്ഠനുമായ ആ നൃപോത്തമൻ വിഷ്ണുവിന്റെ അംശമായിരുന്നു. ഭൃഗുക്കളെ കൊണ്ട് കാർത്തവീരാർജുനൻ ധാരാളം യാഗങ്ങൾ കഴിപ്പിക്കുകയും അളവറ്റ ദക്ഷിണ സമർപ്പിക്കുകയും ചെയ്തു. ആ ദക്ഷിണ കൊണ്ടെന്താക്കി? ഭൃഗുക്കള് വലിയ പൈസക്കാരായി, ധനവാന്മാരായി. കാർത്തവീരാർജുനൻ ദിവംഗതനായപ്പോഴേക്കും ഹൈഹയന്മാർ നിർധനരുമായി. ഇദ്ദേഹം മരിക്കുന്നത് വരെ കളിച്ച കളിയിലും കളി തന്നെ. പിന്നെ ഇവർക്കൊന്നുമില്ലാണ്ടായി. ഹൈഹയൻ പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഭൃഗുക്കളെ സമീപിച്ച് കുറച്ചു പണം കടം ചോദിച്ചു. കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് ഭൃഗുക്കൾ അവരെ തിരിച്ചയച്ചു. ഹൈഹയന്മാർ കടം ചോദിച്ചെങ്കിലോ എന്ന് ഭയപ്പെട്ട ഭൃഗുക്കൾ കുറച്ചു പണം ഭൂമിയിൽ കുഴിച്ചിട്ടു. എന്തൊരു കഷ്ടാ നോക്കണേ. ചിലർ രാജാക്കന്മാരെ ഭയന്ന് പണം മറ്റ് ബ്രാഹ്മണരെ ഏൽപ്പിച്ചു. എന്നാലും കൊടുക്കൂലെന്നെ. പിന്നീട് അവർ ആ സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. കഷ്ടപ്പെടുന്ന തന്റെ യജമാനന്മാർക്ക് കൊടുക്കാതെ ബ്രാഹ്മണൻ ധനമോഹത്താൽ ഗിരിദുർഗങ്ങളിൽ പോയി ഒളിച്ചു താമസിച്ചു. എന്തൊന്ന് ആലോചിച്ചു നോക്കണം. എന്തൊരു കഷ്ടാണ് ഇതൊക്കെ. പണത്തിടുക്കം മൂത്തപ്പോൾ നിവൃത്തിയില്ലാതെ ഹൈഹയന്മാർ ദുഃഖിച്ചുകൊണ്ട് വീണ്ടും ഭൃഗുക്കളെ സമീപിച്ചു. അവർ അവിടെ ചെന്നപ്പോൾ ആശ്രമത്തിൽ ആരുമില്ല. പണം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ അവർ ഭൂമി കുഴിച്ചു നോക്കി. ഒരാശ്രമത്തിന്റെ മുറ്റത്ത് കുഴിച്ചപ്പോൾ ധാരാളം സ്വർണ്ണ നാണയങ്ങളും പണവും കിട്ടി. കണ്ടാ, അതാണ് നല്ല വഴിക്ക് പോവാതെ പൈസ മോശം വഴിക്ക് പോകുമെന്ന് പറയുന്നില്ലേ, അതാണ്. അങ്ങനെ അവർ എല്ലാ ആശ്രമ പരിസരങ്ങളിലുമുള്ള ഭൂമി കുഴിച്ചു നോക്കി. അവിടെ നിന്നെല്ലാം ധാരാളം സ്വർണവും ധനവും ലഭിക്കുകയും ചെയ്തു. കടം ചോദിച്ചിട്ട് കുറച്ച് കൊടുക്കൊണ്ടുവരുന്നു, ഇതിപ്പോ എല്ലാം കൊണ്ടുപോയി. അപ്രകാരം ആശ്രമ പരിസരം കുഴിച്ചുകൊണ്ടിരിക്കെ വിപ്രന്മാർ ശരണാഗതരായി ഓടി വന്നു. അവരൊക്കെ ഹൈഹയന്മാർ അമ്പെയ്ത് കൊല്ലുകയും ചെയ്തു. ഭൃഗുക്കൾ ഒളിച്ചു താമസിക്കുന്ന ഗിരിദുർഗങ്ങളിൽ പോയി വിപ്രപത്നിമാരുടെ ഗർഭത്തിലുള്ള ഗർഭത്തിലുള്ള കുട്ടികളെ വരെ വധിച്ചു. പൂരം കൊണ്ട് ഭൃഗുവംശം മുച്ചൂട് നശിപ്പിച്ചു. ഗർഭസ്ഥരായ നാരിമാരെ പോലെ ഹൈഹയന്മാർ ബാക്കി വെച്ചില്ല. ഗർഭിണികളായ സ്ത്രീകളെ പോലെ ഉപദ്രവിച്ചു. ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഭാർഗവവംശത്തെ കൊന്നൊടുക്കുന്നത് കണ്ട് തീർത്ഥസമാനരായ മറ്റു വിപ്രന്മാർ പറഞ്ഞു. എന്തു പറഞ്ഞു? ബ്രാഹ്മണരോടുള്ള ദ്വേഷം ഉപേക്ഷിക്കുക. ഗർഭിണികളായ ബ്രാഹ്മണ പത്നിമാരെ പോലും കൊല്ലുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി വളരെ നിന്ദ്യം തന്നെയാണ്. ഇതിന്റെ പരിണതഫലം ഉണ്ടല്ലോ, അത് നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ഉറപ്പായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദയാലുക്കളായ മുനിമാരോട് ഹൈഹയൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞതാണോ? ഞങ്ങളുടെ പൂർവജന്മാരെ പ്രലോഭിപ്പിച്ച് ധാരാളം പണം ഇവർ കരസ്ഥമാക്കി. അഹങ്കാരികളും വഞ്ചകന്മാരുമായ ഇവർ തഞ്ചം നോക്കിയിരിക്കുകയായിരുന്നു ഹൈഹേ രാജ്യത്തിലെ ധനസമൃദ്ധിയെ അപഹരിക്കാൻ വേണ്ടിയിട്ട്. തന്ന പണത്തിനേക്കാൾ കൂടുതൽ തരാമെന്ന് പറഞ്ഞിട്ടും തരാതെ പണം ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു കേട്ടോ.
കാർത്തവീര്യൻ ദക്ഷിണയെ നൽകിയ പണം ദാനവും യത്നങ്ങളും ചെയ്യാതെ മുഴുവൻ സൂക്ഷിച്ചു വെച്ചു. ബ്രാഹ്മണർ ധനം സൂക്ഷിച്ചു വെക്കാതെ ദാനവും ധർമ്മവും യത്നങ്ങളും ചെയ്ത് സുഖിച്ച് താമസിക്കേണ്ടവരാണ്. എന്നാൽ ഇവർ ചെയ്തത് ഇതൊന്നുമല്ല, കുഴിച്ചിട്ടു. ധനം എപ്പോഴും ഉടമസ്ഥനെ വിട്ടുപോകും, അല്ലെങ്കിൽ ധനം നശിച്ച് മരിച്ചതിന് ശേഷം ദുർഗതി പ്രാപിക്കേണ്ടതായി വരും. മഹാലക്ഷ്മി എവിടെയും ഒതുങ്ങി നിൽക്കാത്ത ഒരാളല്ലേ, ചപല. ധനത്തിന്റെ പോക്ക് 3 വിധത്തിലാണ്. ചിലർ ദാനം കൊണ്ട് നശിക്കും, ചിലർ ഭോഗം കൊണ്ട് നശിക്കും. ദാനഭോഗങ്ങൾ സുഹൃത്തുക്കൾക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരം ചെയ്യാതെ പണം കൂട്ടിവെക്കുന്നവൻ രാജഭണ്ഡ്യനാണ്. അങ്ങനെയാണ് അവനെ പറയേണ്ടത്. അവൻ ദുഃഖിയായി തന്നെ കഴിയും. അതുകൊണ്ടാണ് വഞ്ചകന്മാരായി ഈ ദ്വിജാധമ ഗുരുക്കന്മാരെ കൊന്നൊടുക്കുന്നത്. ലോഭം തന്നെയാണ് മനുഷ്യന്റെ മുഖ്യ ശത്രു. പാപങ്ങൾക്കൊക്കെയും മൂല കാരണം അത്യാഗ്രഹം തന്നെയാണ്. ലോഭമുണ്ടായാൽ നരൻ ധർമ്മത്തെയും കുലധർമ്മത്തെയും കൈവിടും. മാതാപിതാക്കളെയും സഹോദരന്മാരെയും വധിക്കാൻ മടിക്കില്ല. ഗുരു, മിത്രം, ഭാര്യ, പുത്രൻ, സഹോദരി എന്നതൊന്നും നോക്കാതെ ലോഭിയായ നരൻ എന്തെന്ത് പാപങ്ങൾ ചെയ്യില്ല, സർവ പാപങ്ങളും ചെയ്യും. കാമം, ക്രോധം, ഡംഭം എന്നിവയേക്കാൾ മീതെയാണ് ലോഭത്തിന്റെ സ്ഥാനം. ലോഭം മുഴുത്താൽ പ്രാണനെ പോലും ത്യജിക്കും. പിന്നെ എന്ത് തന്നെ ചെയ്യില്ല, എന്ത് ചെയ്യുന്നർത്ഥം. എന്റെ പൂർവജരായ പാണ്ഡവ കൗരവന്മാർ ധർമ്മജ്ഞരാണെങ്കിലും ലോഭം കൊണ്ട് നാശമടഞ്ഞവരാണവർ. അത് പറയാതെ വയ്യ. ഭീഷ്മര്, ദ്രോണര്, കൃപാചാര്യൻ, കർണൻ, പാണ്ഡവന്മാർ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിട്ടും പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടന്നില്ലേ? നടന്നു. ധനമോഹത്താൽ ഒട്ടേറെ കുടുംബ ദുഃഖങ്ങൾ വരുത്തി വെച്ചില്ലേ? അതും ചെയ്തു. ഭീഷ്മർ, ദ്രോണൻ തുടങ്ങിയ മഹാരഥന്മാരും സഹോദരങ്ങളും പാണ്ഡവപുത്രരും അങ്ങനെ എത്രയെത്ര പിതാക്കന്മാരും മക്കളും ഹതരായി. ലോഭിയായ നരൻ എന്തൊക്കെ ചെയ്യില്ല. അതേപോലെ പാപിഷ്ഠരായ ഹൈഹയന്മാർ ഭൃഗുക്കളെ സമൂലം വധിച്ചുകൊണ്ടിരുന്നു അവര്. അങ്ങനെ ഭൃഗുക്കളുടെ വധം എന്ന 16-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു നമ്മള്. ഇനിയോ ഭൃഗുവംശത്തിന്റെ സ്ഥിതിയാണ് വർണ്ണിക്കുന്നത്. മഹർഷേ, അത്യാഗ്രഹത്താൽ പാപിഷ്ഠരായ ഹൈഹയന്മാർ ഭൃഗുക്കളെ വധിച്ചതിന് ശേഷം പിന്നീട് എന്താണ് അവർ ചെയ്തത്? ഹൈഹയന്മാരെ ഭയന്ന് ജീവിതാശ കൈവിട്ട് കഴിയുന്ന സമയത്ത് ഭൃഗുപത്നിമാർ ഗംഗാതീരത്തെ മണൽത്തിട്ടയിൽ മണ്ണുകൊണ്ട് ദേവീ വിഗ്രഹം ഉണ്ടാക്കി നിത്യം ഉപാസിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അംബിക അവരോട് പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഒരാൾക്ക് തുടയിൽ നിന്നൊരു പുത്രൻ ജനിക്കും. എന്റെ ശക്തിയുടെ അംശമായവൻ നിങ്ങളെ സഹായിക്കും. ദേവിയുടെ ശുഭസൂചകമായ വാക്കുകൾ കേട്ട് അവർ ഉണർന്നു. അവർക്ക് വലിയ സന്തോഷമായി. ആ സ്ത്രീകളിൽ സമർത്ഥ്യ ഒരു സ്ത്രീ തുടയിൽ ഗർഭം ധരിച്ചു, ഗർഭം ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ഗർഭിണി പ്രാണരക്ഷാർത്ഥം ഭയപ്പെട്ട് ഓടുന്നത് ഹൈഹയന്മാർ കണ്ടു. അവരും പിന്നാലെ ഓടി. ഇതാ ഒരു ഗർഭിണി ഓടുന്നു, പിടിക്കവരെ, പിന്നാലെ പോയി പിടിക്ക് എന്നവർ ആക്രോശിച്ചു. ഖഡ്ഗം കയ്യിലെടുത്തു വരുന്ന അവരെ കണ്ട് ഭയവിഹുലയായ അതിജാങ്കന ദേവിയെ വിളിച്ചുച്ചത്തിൽ കരഞ്ഞു. പേടിച്ച് വിറപൂണ്ടു നിന്നിരുന്ന ആ സ്ത്രീയുടെ തുടയിൽ നിന്നൊരു ബാലൻ പുറത്തു ചാടി. സൂര്യന്റെ തേജസ്സുള്ള അവന്റെ പ്രകാശം കൊണ്ട് ഹൈഹയന്മാർക്ക് കണ്ണ് കാണാൻ പാടില്ലാണ്ടായി. ഹൈഹയന്മാർ എന്ത് ചെയ്തുന്നോ? അവര് ചിന്തിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ണ് കാണാതായത് ഈശ്വര? ഈ ബാലന്റെ തേജസ് കൊണ്ടാണോ, അതോ ഈ വിപ്രപത്നിയുടെ പാതിവ്രത്യത്തിന്റെ മഹാത്മ്യം കൊണ്ടാണോ? ഒന്നും തിരിയുന്നില്ല, കണ്ണ് കാണുന്നില്ല. അതേ അവർക്ക് അറിയുന്നില്ല. ഹൈഹയന്മാർ ചിന്തിച്ചു, നമ്മുടെ മോഹങ്ങളൊക്കെ നിഷ്ഫലമായില്ലേ, നന്നായിപ്പോയി. ഈ വിപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവർ തപ്പിത്തടഞ്ഞ പതിവ്രതയെ ശരണം പ്രാപിച്ചു. ദേവി, ഞങ്ങൾ നിന്റെ ദാസന്മാരല്ലേ, ഞങ്ങളുടെ ദുരിതം തീർക്കൂ. ഞങ്ങൾ ഈ ഗുഹയിൽ തപ്പിത്തടഞ്ഞു നിൽക്കുകയാണ്. പാപബുദ്ധികളായി ഞങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞു. നിന്റെ ദർശനത്താൽ ഞങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. നിന്റെ മുഖം ഞങ്ങൾക്ക് കാണാനും സാധ്യമല്ല. ഈ പാപികളെ കാത്തു രക്ഷിച്ച് ഞങ്ങൾക്ക് കാഴ്ച തന്നാലും എന്ന് ആ
സ്ത്രീയുടെ മുമ്പിൽ പോയിട്ട് കരഞ്ഞ് പറയാ ചെയ്യുന്നത്. ഇനിമേലിൽ ഇങ്ങനെയുള്ള കർമ്മം ഞങ്ങൾ ചെയ്യില്ല, അത് ഞങ്ങൾ ഉറപ്പിച്ചു. ഞങ്ങൾ പണ്ട് മുതൽക്കേ ഭാർഗവ സേവകന്മാരല്ലേ. ബുദ്ധിമോശം കൊണ്ട് ഞങ്ങൾ ചെയ്ത തെറ്റ് പൊറുക്കണേ. ഞങ്ങൾ ഇനി ഭാർഗവന്മാരോട് ശത്രുത പുലർത്തുകയില്ല. ഇതാ സത്യം ചെയ്യുന്നു. നിന്റെ വാക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ഞങ്ങൾ കനിവുണ്ടാകണം എന്നൊക്കെ ആ വിപ്രപത്നിയുടെ അടുത്ത് പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് ഇവർ പറയാൻ ചെയ്യുന്നത്. അവർ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ ദ്വിജപത്നിക്ക് അത്ഭുതമായി. അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാഴ്ച നശിപ്പിച്ചിട്ടില്ല. ധനമോഹത്താൽ തെറ്റ് ചെയ്യാത്ത ധർമ്മിഷ്ഠന്മാരെയും ഗർഭസ്ഥരായ ബന്ധുക്കളെയും കൈഹേർ വധിച്ചതിനാൽ കോപിച്ച ഈ ഭാർഗവൻ കാരണമാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടത് കേട്ടോ. ഞാനല്ല ഇതിനൊന്നും ഉത്തരവാദി. ഗർഭത്തിലിരിക്കുന്ന കുട്ടികളെ പോലും നിങ്ങൾ കൊന്നത് കാരണം ഞാൻ ഈ ഗർഭം 100 കൊല്ലമായി കാത്തുരക്ഷിക്കുകയായിരുന്നു. ഭൃഗുവംശത്തിന്റെ അഭിവൃദ്ധിക്കായി ഇവൻ ഗർഭത്തിൽ വെച്ചു തന്നെ വേദവും വേദാംഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. പിതാക്കളെ കൊന്ന രോഷത്തിൽ നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിക്കുകയാണ് ഇവൻ. നല്ല കാര്യം അനുഭവിച്ചോ. അവന്റെ തേജസ് കൊണ്ടാണ് നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടത്. നിങ്ങൾ എൻ്റെ മകനോട് അപേക്ഷിക്കുവിൻ. അവൻ പ്രസാദിച്ചാൽ നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടും എന്ന് ഈ ബ്രാഹ്മണപത്നി പറഞ്ഞു. അപ്പോ ബ്രാഹ്മണ പത്നിയുടെ വാക്ക് കേട്ട ഉടൻ ഹൈഹയന്മാർ ഊരുജാതനായ ബാലനെ ഭക്തിപുരസ്സരം കുമ്പിട്ട് വാഴ്ത്തി സ്തുതിച്ചു. അന്ധരായ ഹൈഹയന്മാരോട് സന്തുഷ്ടനായ ബാലൻ പറഞ്ഞു, വിധി പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അറിവുള്ള പുരുഷൻ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പഴയ പോലെ കാഴ്ച ലഭിക്കട്ടെ. ക്രോധം ഉപേക്ഷിച്ച് സ്വന്തം ഗൃഹങ്ങളിലേക്ക് ഗമിച്ചാലും. ബാലന്റെ ഇച്ഛ അനുസരിച്ച് കാഴ്ച കിട്ടിയ ഹൈഹയന്മാർ സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങി. ഇനി ഒരു കുത്തക്കേടും കളിക്കൂലെന്ന് ഉറപ്പിച്ചു. ദിവ്യ തേജസ്വിയായ മകനെയും കൊണ്ട് ദ്വിജാംഗന സ്വാശ്രമത്തിലേക്ക് മടങ്ങി. മകനെ ശ്രദ്ധയോടെ വളർത്തി. ധനമോഹം തന്നെയാണ് രണ്ടു കൂട്ടർക്കും ദുഃഖത്തെ വരുത്തി വെച്ചത്. ഇവർക്ക് ഹൈഹയൻ എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണ് ആ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓരോരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അത് കേൾക്കണം. പണ്ടൊരിക്കൽ സൂര്യപുത്രനായ അതിതേജസ്വിയ രേവന്തൻ എന്ന പേരിൽ വിശ്രുതനായ രാജാവ് ഒരു ദിവസം ഉച്ചൈശ്രവസ് എന്ന അശ്വത്തിൽ കയറി വിഷ്ണുഭക്തനമായ വൈകുണ്ഠത്തിലെത്തി. രേവന്തൻ ഭഗവത് ദർശനത്തിന് വരുന്ന സൂര്യപുത്രനെ മഹാലക്ഷ്മി ദൂരത്തു നിന്നേ കണ്ടു. സൂര്യന്റെ പുത്രനാണ് രേവന്തൻ. പാലാഴി പ്രസവിച്ചതിന്റെ കൂടപ്പിറപ്പായ ഹയവൈദ്യനെ നോക്കി ആഴിമകൾ നിന്നുപോയി. ആ കുതിരനെ എന്റെ സൗന്ദര്യം നോക്കിപ്പോയത്. കുതിരപ്പുറത്ത് വരുന്ന ആ തേജോനിധി ആരാണ്? ആരെയും അത്ഭുതപ്പെടുത്തുന്നവണ്ണം രണ്ടാം കാമദേവനെ പോലെ വരുന്ന യുവാവ് ആരാണ്? സുന്ദരി, അശ്വത്തെ തന്നെ നോക്കി അതിൽ തന്നെ മനസ്സൂന്നിയ ദേവി ഭഗവാൻ ചോദിച്ചതൊന്നും കേട്ടില്ല കേട്ടോ. അപകടായി. അശ്വത്തിൽ ചിത്തമുറപ്പിച്ച് മതിമറന്ന് സ്നേഹപൂർവ്വം നോക്കി നിൽക്കുന്ന ആ ചഞ്ചലാക്ഷിയോട് വിഷ്ണു ചോദിച്ചു, സുന്ദരി, എന്താണ് ഈ അശ്വത്തിനെ തന്നെ നോക്കിയിരിക്കുന്നത്? എങ്ങും രമിച്ചുകൊണ്ടിരുന്നതിനാൽ നീ രമ എന്ന പേരിൽ അറിയപ്പെടും. പ്രാകൃത സ്ത്രീ ചഞ്ചലകളാണ് ആകുന്ന മതി നീയും ചഞ്ചലയായി ഭവിക്കും. എവിടെയും അടങ്ങി നിൽക്കൂലാന്ന്. എന്റെ അടുത്തിരുന്ന് ഈ അശ്വത്തിൽ ഭ്രമിക്ക കാരണം നീ മധ്യലോകത്തിൽ അശ്വമായി പിറക്കട്ടെ. ഭഗവാന്റെ ശാപം കേട്ട് പൂമകൾ പേടിച്ചു കുറച്ച് ആർത്തിയായി കാൽക്കൽ നമസ്കരിച്ച് വിനയാനിതേ ശങ്കയോടെ പറഞ്ഞു. സ്വന്തം സഹോദരനായിരുന്നല്ലോ, അത് പാലാഴിന്ന് വന്നതല്ലേ. ആ സൗന്ദര്യം കൊണ്ടാണ് ഇങ്ങനെ നോക്കിപ്പോയത് പാവം. എന്നിട്ടിപ്പോ അത് ബുദ്ധിമുട്ടായി. ദേവദേവാ, ഈ ചെറിയ തെറ്റിനുള്ള ശപിക്കാൻ എന്താണ് കാരണം? അങ്ങക്ക് എന്നിലുള്ള നിത്യമായ സ്നേഹം എവിടെ പോയി? വരത്തിനർഹയായവൾ ശാപം ഏൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഭഗവാനേന്ന് ചോദിച്ചു. കൂടാതെ ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് എന്റെ പ്രാണനെ ത്യജിക്കുവാൻ പോവുകയാണ് കേട്ടോ. അങ്ങയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ വിരഹാഗ്നിയിൽ നീറി ദഹിക്കും പ്രഭു. അങ്ങ് എന്നിൽ പ്രസാദിക്കുക. ഈ ശാപത്തിൽ നിന്ന് മുക്തിയായി ഞാൻ എന്നാണ് അങ്ങയുടെ അടുത്തെത്തുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറയുകയാണ്, ദേവിയെ, നിനക്ക് എന്ന് എനിക്ക് തുല്യനായ പുത്രൻ ഉണ്ടാവുന്നുവോ അന്ന് നീ എൻ്റെ അടുത്തണയുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ട് ഭൃഗുവംശത്തിന്റെ നിലനിൽപ്പെന്ന 17-ാം അധ്യായം നമ്മൾ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.